ശ്രീ യുവരാജ് ഗോകുൽ കഴിഞ്ഞ ദിവസം ഏറെക്കുറെ 2-3 ആഴ്ചയ്ക്ക് മുമ്പ് ഇടുക്കിയിൽ CPM മുഴുവൻ സംഘടനാ സംവിധാനങ്ങളും അണിനിരന്നൊരു സമരമുണ്ടായിരുന്നു. പ്രഖ്യാപിച്ചു നടത്തിയ സമരമാണ്. തടയും, കരിങ്കൊടി കാണിക്കും, പ്രതിഷേധം പ്രകടിപ്പിക്കുമെന്നൊക്കെ നേരത്തെ തന്നെ അറിയിച്ചു നടത്തിയത്. അന്ന് ഗവർണർ കടന്നു പോകുന്നത് ഏറെ കൗതുകകരമായ ഒരു പ്രതികരണത്തോടെയാണ്. പ്രതിഷേധക്കാർക്ക് നേരെ കൈവീശി കാണിച്ചാണ് പോകുന്നത്. എനിക്കിതൊന്നും ഒരു പ്രശ്നമല്ല എന്ന് തുറന്ന പ്രഖ്യാപനം. അതേ കരിങ്കൊടി, അതേ മുദ്രാവാക്യം. എന്തിനായിരുന്നു പിന്നെ ഈ നിലമേൽ നാടകം? അല്ല മാധു, കേരളത്തിൽ ഇപ്പോൾ നടക്കുന്ന ഈ ഗവർണർ സംസ്ഥാന സർക്കാർ പോരാട്ടം എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഒരു തുടർച്ചയായിട്ടാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് അപ്സ് ആൻഡ് ഡൗൺസ് ഇങ്ങനെ കാലാകാലങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് ഓരോ സമയത്തെയും സാഹചര്യങ്ങൾ അതിനനുസരിച്ചിട്ട് അത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ അന്ന് CPM-ൻ്റെ ഭാഗത്തുനിന്നായിരുന്നു സമരം. അപ്പോൾ ആ സമയത്തൊന്ന് SFIക്കാർ നേരത്തെ തന്നെ കരിങ്കൊടി പ്രതിഷേധം അവർ പ്രഖ്യാപിച്ചിരുന്നതാണ് എന്നുണ്ടെങ്കിലും അവരെ ആരെയും തന്നെ കുറച്ച് നാളുകളായിട്ട് SFIക്കാരെ ആരും പുറത്ത് കാണാത്തൊരു സാഹചര്യം ഉണ്ടാകും. അപ്പോൾ പെട്ടെന്ന് SFIക്കാർ ഇങ്ങനെ പ്രത്യക്ഷപ്പെടുന്ന ഒരു സാഹചര്യമാണ് പെട്ടെന്ന് വന്നിരിക്കുന്നത്. അതിൻ്റെ പ്രധാന കാരണമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ ദിവസം നയപ്രഖ്യാപന സമ്മേളനവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവിടെ ഉണ്ടായിരിക്കുന്ന ചില ക്ഷീണം സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഗവർണർ വന്നു, 2 മിനിറ്റിനുള്ളിൽ തന്നെ പ്രൊസീഡിങ്സ് ഒക്കെ ഫിനിഷ് ചെയ്തിട്ട് അദ്ദേഹം ഇറങ്ങി പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അത് ഗവൺമെൻറ്റിനൊരു ക്ഷീണം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ക്ഷീണത്തിനെ മറികടക്കുവാൻ വേണ്ടിയിട്ട് അതിന് പരമാവധി കോൺഗ്രസ്സുകാർ എത്രത്തോളം മുതലെടുക്കാൻ കഴിയുമോ അതത്രയും അവർ മുതലെടുക്കുവാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുമുണ്ട്. സാധാരണ കോൺഗ്രസ്സാണ് ഇത്തരം കൺഫ്യൂഷൻസിൽ പെടുമ്പോൾ CPM-കാർ വളരെ കാര്യമായിട്ട് അതിനെ പോയി മുതലെടുക്കുന്നത്. ഇപ്പോൾ യൂണിഫോം സിവിൽ കോഡായിരുന്നാലും രാമജന്മഭൂമി വിഷയങ്ങളായിരുന്നാലും എല്ലാത്തിലും CPM-ആണ് തിരിച്ച് കോൺഗ്രസിനെ കുഴിയിൽ ചാടിക്കുന്ന ഒരു പ്രോസസ്സ് കാര്യങ്ങളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത് ആദ്യമായിട്ട് കോൺഗ്രസ് വളരെ കാര്യമായിട്ട് അഗ്രസീവായിട്ട് CPM-നെതിരെ പറയുന്ന ഗവർണർക്കെതിരെ നിങ്ങൾ സോഫ്റ്റ് ആയിട്ട് പോയി എന്നൊക്കെയുള്ള നിലയിലൊരു സ്റ്റാൻഡ് എടുക്കുകയും അത് കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ രീതിയിൽ ചർച്ചയിലേക്ക് കൊണ്ടുവരുത്തിക്കാനും വേണ്ടിയിട്ട് അവർക്ക് കഴിഞ്ഞിരുന്നു. അപ്പോൾ പോയ മാനം തിരിച്ചു പിടിക്കുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ SFIക്കാരെ കൊണ്ട് ഇത്തരത്തിലൊരു സമര നാടകവുമായിട്ട് പുറത്തിറങ്ങിയത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഒരു സമരവുമായി എത്തുമ്പോഴും ഞാൻ ചോദിക്കുന്ന, തൊട്ട് മുൻപേ നടന്ന സമരത്തോട് വളരെ കൗതുകകരമായി പ്രതികരിച്ച ഗവർണർ ഇന്ന് 2 മണിക്കൂർ റോഡിൽ കുത്തിയിരിക്കുന്നു, പോലീസുകാരെ വിളിച്ചു വരുത്തി ശകാരിക്കുന്നു. ഇപ്പൊ എനിക്ക് FIR കാണണമെന്ന് പറയുന്നു, അതിനുശേഷം മാത്രം പോകുന്നു. അതിനിടയിൽ പറയാവുന്ന പരമാവധി ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. എന്തിനാണ് ഇത്രമേൽ അക്രമാസക്തമായ അല്ലെങ്കിൽ ഇത്രമേൽ പ്രക്ഷുബ്ധമായ ഒരു സമരം ഗവർണർ മുന്നോട്ട് വെക്കുന്നത്? അല്ല, അദ്ദേഹം അതിന്റെ കാരണവും അദ്ദേഹം പറയുന്നുണ്ടല്ലോ. ദൂരെ നിന്ന് കരിങ്കൊടി കാണിക്കുന്നതാണെന്നുണ്ടെങ്കിൽ എനിക്ക് പ്രശ്നമില്ല. പക്ഷേ എൻ്റെ കോൺവോയുടെ അടുത്ത് വരികയും ആ കോൺവോയ്ക്ക് നേരെ ചീറിയെടുക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം അത് നോക്കി നിൽക്കാൻ കഴിയില്ല. സ്വാഭാവികമായി ഞാൻ പ്രതികരണത്തിലേക്ക് പോകുമെന്നാണ് ഗവർണർ തന്നെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം തന്നെ അതിന്റെ കാരണം അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുണ്ടല്ലോ.